Hi friends, welcome back to the new episode of NILGIRI. ഇന്ന് നമ്മൾ റൂബിക്സ് ക്യൂബിൻ്റെ തേർഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് കളർ മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ റൂബിക്സ് ക്യൂബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. സോ സ്റ്റെപ്പ് 3 തേർഡ് സ്റ്റെപ്പാണ് നോക്കുന്നത്. സ്റ്റെപ്പ് 3 നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 വൈറ്റ് മാച്ച് ചെയ്തു. സ്റ്റെപ്പ് 2 സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയർ ഓൾറെഡി മാച്ച് ആവും, സെക്കൻഡ് ലെയർ മാച്ച് ചെയ്തു. ഇനി സ്റ്റെപ്പ് 3 നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ടോപ്പാണ്. ടോപ്പ് യെല്ലോയിലൊരു പ്ലസ് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ തേർഡ് ലെയർ മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ ഒന്നില്ലെങ്കിൽ പാരലലായിട്ട് വരണം, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ആയിട്ട് വരും, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സെമി എഫ് രൂപത്തിൽ വരും. ഇങ്ങനെ പാരലായിട്ടോ ഒരു പോയിൻ്റ് എന്തായാലും ഉണ്ടാവും, ഒരു പോയിൻ്റോ അല്ലെങ്കിൽ ഇതുപോലെയോ വരികയാണെങ്കിൽ എല്ലാത്തിനും ഒരൊറ്റ ഫോർമുലയാണ് ചെയ്യേണ്ടത്. എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ്. ഓക്കെ, എപ്പോഴും യെല്ലോ മുകളിൽ വരണം, ടോപ്പിൽ വരണം, അതാണ് അതിൻ്റെ പൊസിഷൻ. ഇപ്പോൾ നമുക്ക് യെല്ലോ പാരലായിട്ട് വന്നിട്ടുണ്ട്. സെയിം ഫോർമുല ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ്. ഇപ്പോൾ നമുക്ക് ഒരു ക്രോസ് വന്നിട്ടുണ്ട്, ഒരു പ്ലസ് വന്നിട്ടുണ്ട് യെല്ലോ. അപ്പോൾ യെല്ലോ പ്ലസ് വന്നാൽ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണ്. 4th സ്റ്റെപ്പും ഇതിൽ തന്നെ ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ യെല്ലോയുടെ ഈ 4 യെല്ലോ ഇതിൻ്റെ സൈഡ്സിലുള്ള കളർ കോമ്പിനേഷൻ, അതിൻ്റെ സെൻട്രൽ കളറുമായി മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ റൈറ്റ് സൈഡിലുള്ള യെല്ലോയുടെ കളർ കോമ്പിനേഷൻ റെഡാണ് വന്നിരുന്നത്. റെഡുമായി സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഗ്രീൻ സെറ്റ് ചെയ്യണം, ഓറഞ്ചുമായി സെറ്റ് ചെയ്യണം, ബ്ലൂവുമായി സെറ്റ് ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് ഒരു കളറോ അല്ലെങ്കിൽ 2 കളറോ ഈ ടോപ്പ് ലെയർ മാത്രം തിരിച്ച് സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ 1 മാത്രമാണ് സെറ്റായിട്ടുള്ളത്. ഈ ബ്ലൂ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ബ്ലൂ സെറ്റ് ചെയ്യുമ്പോൾ 1, 2 2 കളർ നമുക്ക് സെറ്റായിട്ടുണ്ട്. സോ ഇങ്ങനെ 2 കളർ സെറ്റായി വന്നാൽ ഒരു കളർ സെറ്റായത് റൈറ്റ് സൈഡിലും ഒന്ന് ബാക്ക് സൈഡിലും വരുന്നത് പോലെ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് യെല്ലോയും അടിയിലുള്ള വൈറ്റും ചേഞ്ച് ചെയ്യരുത്. ഇതും കളർ സെറ്റായതിന് ശേഷം ഉള്ള ഫോർമുല ആർ ടി ആർ മൈനസ് ടി ആർ ടി ടു ആർ മൈനസ്. ഓക്കെ, ആർ ടി ആർ മൈനസ് ടി ആർ ടി ടു ആർ മൈനസ് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് ലെയർ ഒരൊറ്റ പ്രാവശ്യം ഇങ്ങോട്ട് കറക്കുകയാണെങ്കിൽ നമുക്ക് 4 കളറും മാച്ചായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 4 കളർ ഓറഞ്ചുമായി സെറ്റായിട്ടുണ്ട്, മാച്ചായിട്ടുണ്ട്, ബ്ലൂ മാച്ച്ഡ്, റെഡ് മാച്ചാണ്, ഗ്രീൻ മാച്ചാണ്. ഇനി ഇത് ചെയ്യേണ്ടത് ഈ 4 കോർണർ പോയിൻറ്റ്സ് എടുക്കുക. ഈ 4 കോർണർ ആയിട്ടുള്ള ബ്ലോക്കിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുക. 1, 2, 3 3 കളേഴ്സ് ഉണ്ടാവുക. അതുപോലെ 1, 2, 3 3 സൈഡ്സും ഉണ്ടാവും. 1, 2, 3 3 കളേഴ്സും 3 സൈഡ്സും ഉണ്ടാവുക. ഓക്കെ, ഫ്രണ്ട് ഉണ്ടാവും, റൈറ്റ് ഉണ്ടാവും, ടോപ്പ് ഉണ്ടാവും. ഇവിടെ ലെഫ്റ്റ് ഫ്രണ്ട് ടോപ്പ്, ബാക്ക് ടോപ്പ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ കോർണറിലുള്ള 3 സൈഡ്സുള്ള കളർ എവിടെയെങ്കിലും ആയിട്ട് ഈ കോർണർ ബ്ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാച്ച് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടെങ്കിലും അത് നമുക്ക് സുഖമായിട്ട് മാച്ച് ചെയ്യാം. ഇനി അതാണ് ചെയ്തെടുക്കേണ്ടത്. സോ ഇതിൽ യെല്ലോ, ബ്ലൂ, റെഡ് ഉണ്ട്. റെഡ് ഈ 3ലും ഇല്ലാത്തൊരു കളറായത് കാരണം ഇത് സെറ്റായിട്ടില്ല. നെക്സ്റ്റ് യെല്ലോ, റെഡ്, ഗ്രീൻ ഇതിൽ കളർ മാച്ചിലില്ല, ഗ്രീനിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. സോ ഇതും മാച്ച് ആയിട്ടില്ല. നെക്സ്റ്റ് ഓറഞ്ച്, ബ്ലൂ, ഇത് രണ്ടും ഇതിൽ ഇല്ലാത്ത കളേഴ്സാണ്. സോ ഇത് മാച്ച് ആയിട്ടില്ല. ഓക്കെ, ഇതിൽ ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ ഇത് മാച്ച് ആയിട്ടുണ്ട്.
ഇത് 3 കളർ ചേഞ്ച് ചെയ്ത് വന്നാലും നോ ഇഷ്യൂസ് ആണ്, നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഒരു കളറും മാച്ച്ഡ് അല്ലെങ്കിലും കളർ മാച്ച് ആയാലും ഒരൊറ്റ ഫോർമുലയാണ്. കളർ മാച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഫോർമുല. സപ്പോസ് കളർ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് ചെയ്താൽ മതി. TR T മൈനസ് L T R മൈനസ് T മൈനസ് L മൈനസ്. ഓക്കെ, അപ്പോൾ ഇത് മാച്ച് ആയിട്ടുണ്ട്, ഇതും മാച്ച് ആയിട്ടുണ്ട്. റെഡ് ഗ്രീൻ യെല്ലോ. ഓക്കെ, ദിസ് പോയിന്റ് റെഡ് ഇതിലുള്ളതാണ്, ഗ്രീൻ ഇവിടെയുള്ള കളറാണ്, യെല്ലോ ടോപ്പിലുള്ള കളറാണ്. ഇത് മാച്ച് ആക്കാം. ഇങ്ങനെ കിട്ടിയാൽ മതി നമുക്ക്. ഇത് ബ്ലൂ ഇവിടെയുള്ള കളറാണ്, റെഡ് റൈറ്റ് സൈഡിലുള്ളതും യെല്ലോ ഇവിടെയുള്ള കളറുമാണ്. സോ ഇനി ഇത് മാച്ച് ആക്കാൻ വളരെ ഈസിയാണ്. നമ്മളെ ഫേസ് ചെയ്ത് യെല്ലോ വരികയാണെങ്കിൽ യെല്ലോ ഇവിടെ വരും അല്ലെങ്കിൽ ഇവിടെ വരും. ഇവിടെ വരികയാണെങ്കിൽ R മൈനസ് D R D മൈനസ് 2 പ്രാവശ്യം ചെയ്യണം. സെയിം ഫോർമുല R മൈനസ് D R D മൈനസ്. ഇനി ഈ ടോപ്പ് ലെയർ മാത്രം ഒരൊറ്റ തവണ റൈറ്റിലോട്ട് തിരിക്കുക. തിരിച്ചതിന് ശേഷം ഇപ്പോൾ യെല്ലോ നമ്മളെ റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് നമ്മുടെ ഫേസ് ചെയ്താണ് വന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡ് വന്നതിൻ്റെ ഫോർമുല D R മൈനസ് D മൈനസ് R 2 പ്രാവശ്യം ചെയ്യണം. D R മൈനസ് D മൈനസ് R. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂബിക്സ് ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അതുപോലെ തന്നെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഈ 2 വീഡിയോയുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ദിസ് ഈസ് ലിവിങ് ഉനൈസ് നീലഗിരി.